നക്ഷത്രമണ്ഡലത്തിലെ 11ാമത്തെ നക്ഷത്രമായ പൂരം സിംഹരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. സർഗാത്മകതയും നേതൃത്വ ഗുണവും ഒത്തുചേരുന്നവരാണ് പൂരം നക്ഷത്രക്കാർ. 2026 മെയ് മാസം ആരംഭിക്കുന്നത് നിങ്ങളിൽ വലിയ പ്രതീക്ഷകളോടെയായിരിക്കും. പൊതുവെ ആഡംബരപ്രിയരായ പൂരം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ മാസം വന്നു ചേരും. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾക്കിടയിൽ ചില വെല്ലുവിളികളും മറഞ്ഞിരിക്കുന്നുണ്ട് എന്നത് വിസ്മരിക്കരുത്. മെയ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാസാവസാനത്തെ നിങ്ങളുടെ സമാധാനത്തെ നിർണ്ണയിക്കും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു തരം മിതത്വം പാലിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. പൂരം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ മാസം നിങ്ങളുടെ സാമൂഹിക പദവി ഉയർത്തുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടായേക്കാം. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ കാരണമായേക്കാം. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ധൃതി കാണിക്കുന്നത് ഗുണകരമാവില്ല. ഈ മാസത്തെ ഊർജ്ജം എന്നത് പ്രധാനമായും മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ ശീലിച്ചു പോകുന്ന പല കാര്യങ്ങളിലും മാറ്റം വരുത്താൻ പ്രകൃതി നിങ്ങളെ നിർബന്ധിതരാക്കും. അത് നിങ്ങളുടെ ചിന്താഗതിയിലാകാം, ഭക്ഷണക്രമത്തിലാകാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന രീതിയിലാകാം. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നവർക്ക് മെയ് മാസം വലിയ വിജയങ്ങൾ സമ്മാനിക്കും. എന്നാൽ മാറ്റങ്ങളെ ഭയപ്പെടുകയും പഴയ രീതികളിൽ തന്നെ കടിച്ചു തൂങ്ങുകയും ചെയ്യുന്നവർക്ക് മാനസികമായ സംഘർഷങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായി നോക്കിയാൽ ഒരു വശത്ത് വരുമാനം വർദ്ധിക്കുമ്പോൾ മറുവശത്ത് അപ്രതീക്ഷിതമായ ചെലവുകൾ നിങ്ങൾ തേടിയെത്തും. ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തെ പരീക്ഷിക്കുന്ന ഒരു മാസമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നത് നിങ്ങളുടെ ഈഗോയെ അല്പം മുറിപ്പെടുത്തിയേക്കാം. പക്ഷേ സമാധാനപരമായ അന്തരീക്ഷത്തിനായി മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം അശ്രദ്ധ കാണിച്ചാൽ അത് ദീർഘകാല പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള മാസമാണിത്. ചുരുക്കത്തിൽ 2026 മെയ് മാസം പൂരം നക്ഷത്രക്കാർക്ക് ഒരു പരീക്ഷണ കാലം കൂടിയാണ്. നിങ്ങളുടെ ക്ഷമ, ബുദ്ധിശക്തി, വിവേകം എന്നിവ ഉപയോഗിച്ച് ഓരോ ചുവടും ശ്രദ്ധിച്ചു വെച്ചാൽ ഈ മാസത്തെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ സാധിക്കും. ഭാഗ്യത്തെക്കാൾ ഉപരിയായി സ്വന്തം കഠിനാധ്വാനത്തിലും ദൈവാനുഗ്രഹത്തിലും വിശ്വസിച്ച് മുന്നേറേണ്ട സമയമാണിത്. മെയ് മാസം ഔദ്യോഗിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ നേതൃത്വ ഗുണം കൂടുതലാണ്. അത് ഈ മാസം പ്രകടമാക്കാൻ അവസരങ്ങൾ ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകരിക്കപ്പെടും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇത് തുടക്കത്തിൽ അല്പം സമ്മർദ്ദമുണ്ടാക്കുമെങ്കിലും ഭാവിയിലേക്കുള്ള ചവിട്ടുപടിയായി മാറും. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ഈ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്ന കാലമാണ്. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കണം. വിപണിയിലെ ചലനങ്ങൾ മുൻകൂട്ടി കണ്ട് നിക്ഷേപം നടത്തുന്നത് ഗുണകരമാകും. ജോലിസ്ഥലത്ത് അസൂയുള്ളവർ ഉണ്ടായേക്കാം. രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ചുള്ള ചെലവുകളും കടന്നുവരും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കുടുംബസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായേക്കാം. ആഡംബര വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾക്കോ വേണ്ടി വലിയ തുക ചെലവാക്കാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുക. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ബാങ്ക് വായ്പകൾക്ക് അപേക്ഷിച്ചവർക്ക് അത് അനുവദിച്ചു കിട്ടും. എന്നാൽ തിരിച്ചടവ് ശേഷി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കടമെടുക്കുക. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പരസ്പരമുള്ള വിശ്വാസം വർദ്ധിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ യാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ പഠനത്തിലോ കരിയറിലോ പുരോഗതി ദൃശ്യമാകും. കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. എങ്കിലും സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകളിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും. ഇത് മനസ്സിന് സന്തോഷം നൽകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കണ്ണിനും നട്ടെല്ലിനും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ജോലിഭാരം കാരണം ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താൻ പുസ്തക വായനയോ സംഗീതമോ സഹായിക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല ഊർജ്ജം അനുഭവപ്പെടുമെങ്കിലും അവസാന വാരങ്ങളിൽ ക്ഷീണം തോന്നാം. ആവശ്യത്തിന് വിശ്രമമെടുക്കാൻ മടിക്കരുത്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്താൽ ആഗ്രഹിച്ച കോളേജുകളിലോ കോഴ്സുകളിലോ പ്രവേശനം ലഭിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. കൂട്ടുകാരോടൊപ്പം
മിച്ചമുള്ള സമയം കുറച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഈ മാസം പൂരം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. സംസാരിക്കുമ്പോൾ നിയന്ത്രണം വേണം. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാക്കരുത്. ഇത് കുടുംബത്തിലും ജോലിസ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത അരുത്. സാമ്പത്തിക ഇടപാടുകളിലോ ബിസിനസ് കരാറുകളിലോ ഒപ്പിടുന്നതിന് മുൻപ് രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുക. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ചെറിയ രോഗലക്ഷണങ്ങളെ പോലും അവഗണിക്കരുത്. കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക. വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അശരണർക്കോ അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമാണ്. ഓം ശുക്രായ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും മാനസിക സമാധാനത്തിനും നല്ലതാണ്. കൂടാതെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമായിരിക്കും. കൃഷി മേഖലയിലുള്ളവർക്ക് വിളവെടുപ്പിലൂടെ ലാഭം ലഭിക്കും. പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ്. സിനിമ, സീരിയൽ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കും. പുതിയ പദവികൾ തേടി വരും. എന്നാൽ എതിരാളികളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം. മാസത്തിന്റെ ആദ്യവാരം പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ്. ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ നീക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലവാരം പ്രതീക്ഷിക്കാം. രണ്ടാം വാരം തൊഴിൽ സംബന്ധമായ യാത്രകൾ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത. മൂന്നാം വാരം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാസാവസാനം സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ദീർഘകാല പ്ലാനുകൾ തയ്യാറാക്കാൻ അനുയോജ്യമായ സമയം. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കും. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ പൂരത്തിനും ചില ദോഷവശങ്ങളുണ്ട്. ജീവിതത്തിൽ സൗകര്യങ്ങൾ കൂടുമ്പോൾ ഇവർ മടിയന്മാരാകാൻ സാധ്യതയുണ്ട്. താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. ആഡംബര ജീവിതത്തോടുള്ള താല്പര്യം കാരണം കയ്യിലുള്ള പണം മുഴുവൻ ചെലവാക്കാൻ ഇവർ മടിക്കില്ല. മലയാളികൾക്ക് പൂരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തൃശൂർ പൂരമാണ്. പൂരം നക്ഷത്രത്തിന്റെ എല്ലാ ഊർജവും പ്രതിഫലിക്കുന്ന ഒന്നാണ് ഈ ഉത്സവം. ആനകൾ, മേളം, കുടമാറ്റം, വെടിക്കെട്ട് എന്നിവ പൂരത്തിന്റെ പ്രതാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജ്യോതിഷപരമായി പൂരം നക്ഷത്രം ആഘോഷങ്ങളുടെ നക്ഷത്രമാണെന്നതിന്റെ വലിയൊരു തെളിവാണിത്. ജീവിതം ഒരു ആഘോഷമാക്കാൻ ജനിച്ചവരാണ് പൂരം നക്ഷത്രക്കാർ. ഭൂമിയിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പൂരം പിറന്ന പുരുഷനെന്നും പൂരം പിറന്ന പെണ്ണെന്നും പഴമക്കാർ പറയുന്നത് ഈ നക്ഷത്രത്തിന്റെ ഭാഗ്യത്തെ സൂചിപ്പിക്കാനാണ്. മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പൂരത്തിന്റെ പ്രസക്തി എന്നത് അത് ജീവിതത്തിന്റെ കഠിനതയെ അല്ല, മറിച്ച് അതിന്റെ സൗന്ദര്യത്തെയാണ് ആഘോഷിക്കുന്നത് എന്നതാണ്. പൂരം നക്ഷത്രക്കാർക്ക് 2026 മെയ് മാസം വ്യക്തിപരമായ വളർച്ചയ്ക്കും ഔദ്യോഗിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒന്നാണ്. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി പോസിറ്റീവായി ചിന്തിക്കുന്നത് വഴി വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഭഗവത് പ്രാർത്ഥനയും ചിട്ടയായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഏറെ ഗുണകരമായി മാറും.